ബോക്സിങ് ആ സ്ഥലം എനക്ക് എന്താ വേണ്ടത്, ജിമ്മും ബോക്സിംഗ് പഠിപ്പിക്കുന്ന ഒന്നിച്ചുള്ള ഒരു സ്ഥലം കിട്ടിയാണ്ടല്ലോ സെറ്റാവും. പിന്നൊരു ബോക്സറാ. ലൊട്ടലോലിൽ ഇപ്പൊ എല്ലാരും ഉറങ്ങിയിട്ട് കാര്യമില്ലെന്നാ. അത് ഇപ്പൊ എല്ലാരും ഇറങ്ങിയിട്ട് കാര്യമില്ലെന്നാ. ലൊട്ടേക്കാരനാ പറ ചാറ്ററോ ജസ്മി ആദി മോഡറേറ്റേഴ്സ് ഇത് ഡിലീറ്റ് തൊപ്പി. ഞാനൊരു ഫുട്ബോൾ ഫാനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ടീം ബ്രസീലാണ്, പിന്നെ എന്റെ ഫേവറേറ്റ് പ്ലെയർ CR7. ഇതെന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനിപ്പം CR7 ഫാനാണ് കരുതി മെസ്സിയോ നെയ്മറോ ഒന്നും ഹെയ്റ്റ് ചെയ്യുന്നില്ല. കാരണം റിയൽ ഫുട്ബോൾ ഫാനാണ്. അങ്ങനെ മറ്റു പ്ലേയേഴ്സിനെ ഹെയ്റ്റ് ചെയ്യില്ല. നല്ലത് ചെയ്താൽ നല്ലതാണ് തന്നെ അംഗീകരിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന തൊപ്പിട്ട് എനിക്ക് പെട്ടെന്നൊരു ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായി? എനിക്ക് ട്രോൾസിൽ ഇടുന്ന അത് മോഡറേറ്റേഴ്സിന്റെ പ്രശ്നം, അത് എന്റെ പ്രശ്നമല്ല. അത് അവര് ഡിലീറ്റ് ചെയ്യുന്നത്. അവർ ആവശ്യമില്ലാത്ത കുറെ സാധനം വെച്ചിട്ട് ആവശ്യമുള്ളതിൽ ഡിലീറ്റ് ചെയ്യുന്ന കുറച്ച് പൂറത്തരുണ്ട് മോഡ്സിന്. എടാ ഇത് മോഡ്സ് കാണുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ആവശ്യമില്ലാത്ത കുറെ റാൻഡ് ഇങ്ങനത്തെ കുറെ റാൻഡം ക്ലിപ്സ് ഉണ്ട് ഏതെങ്കിലല്ലോ വെറുതെ ഒരാൾ നിന്ന് സംസാരിക്കുന്നത്, അങ്ങനത്തെ എല്ലാം ഡിലീറ്റ് ചെയ്യും നിങ്ങൾ. എന്നിട്ട് നല്ല ക്ലിപ്സ് എല്ലാം വെക്കും. ഓക്കെ. CR7 ആയാലും കുഴപ്പമൊന്നുമില്ല, ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യണ്ട. ഓക്കെ. ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യണ്ട, അങ്ങനത്തെ ക്ലിപ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട. അതിൽ എല്ലാം റിയാക്ട് ചെയ്യും. ഓക്കെ. എല്ലാം റിയാക്ട് ചെയ്യും. ഇനി മുതൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യണ്ട. ഓക്കെ. മോഡ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇനി ആവശ്യമുള്ളത് അങ്ങനത്തെ പരിപാടി ചെയ്യല്ല കേട്ടോ. തൊപ്പി ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഡോണ്ട് സ്കിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എന്റെ ബ്ലൂടിക്കുള്ള അക്കൗണ്ട് ഇവരെ എങ്ങനെയാണ് ഇവൻ പറയുന്നത്. അല്ലാ നീ ഒന്ന് കളഞ്ഞാക്കടാ പുണ്ടച്ചി പോലെ. എടാ തീട്ടം തീനി കുള്ള പൂറി പോലെ. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ 1 മില്യൺ ഫോളോവറിലെ ഇത് എന്റെ ബ്ലൂടിക്കുള്ള അക്കൗണ്ട് നീ ഫാൻ പേജ് എന്താ വെച്ചാൽ നീ ആകെ ഇറക്കാറില്ല. ഏത് തീട്ട പിള്ളേർക്ക് ഹാക്ക് ചെയ്യാനും ഇതാക്കാനും പറ്റും. നീ എന്റെ മെയിൻ അക്കൗണ്ട് ഇൻസ്റ്റയില് നീ ഒന്ന് കളഞ്ഞു കാണിച്ചു തന്നെ. ആ ഒന്ന് കാണണല്ലോടാ മയില്, ഒന്ന് കാണണല്ല. മെറ്റെന്ത് ഇവന്റെ ഉപ്പാപ്പാന്റെ കട്ടിന്റെ അടിയിലാ മെറ്റേന്റെ ഓഫീസ് മൈര ഊമ്പുന്നത് പോയടാ. എടാ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ പറയട്ടെ, അതിന് എന്നെ മെയിനായിട്ട് ഹെയ്റ്റ് ചെയ്യുന്നത് കുരുപൊട്ടിയ മറ്റേ മതം തലക്ക് പിടിച്ച മതം തലക്ക് പിടിച്ച ടീം, പിന്നെ 2 ഈ വസന്തങ്ങളെ മൈൻഡ് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മ ഇന്നലെ ഒരു ഏതൊരു ചെറിയക്കൻ വയസ്സായ ആൾക്കാരെ പോലെ സംസാരിക്കുന്ന നട്ടില്ലേ, അതായത് ഞാൻ മറന്നു തന്ത വൈബ് നട്ടില്ലേ, അങ്ങനത്തെ അതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്. ഇവർ ഈ കാരണവർമാരെ തല്ലി ഇങ്ങനെ ആക്കി, ഇവർക്ക് തല്ലുകൊണ്ട് ഇവര് തന്ത വൈബായി. എന്നിട്ട് ഇവര് ബാക്കിയുള്ളവര് തന്ത തോന്നില്ല. പണ്ട് ആമേശം എല്ലാവരും എന്നെ ഹെയ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനല്ല. ഇതൊരു പ്രത്യേക ഒരു വിഭാഗമുണ്ട്, ഒരു കുണ്ണ വിഭാഗമുണ്ട് ഇവിടെ. കാര്യം പറയാല. ശ്രീരാഗ് GR ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഈ മൂവി കാണാൻ നൈസ് മൂവിയാണ്. സർപ്പാറ്റെ പരാമ്പി കണ്ടാൽ മോട്ടിവേറ്റഡ്. നേരത്തെ ഇത് കണ്ടാലോ? ഓക്കെ, കാണാം. അവിടെ മോട്ടിവേഷൻ മൂവി എനിക്ക് വേണം, കാരണം എനിക്ക് ബോക്സിംഗ് കൊടുക്കണമെന്നുണ്ട്. കാര്യം പറയല. എന്റെ പേര് ഫനാൻ. തൊപ്പി ബ്രോ സെലിബ്രേറ്റ് പട്ടി എന്താ അഭിപ്രായം? എന്റെ പേര് ഫനാൻ. തൊപ്പി ബ്രോ സെലിബ്രേറ്റ് പറ്റി എന്താ അഭിപ്രായം? അങ്ങനെ പറഞ്ഞ ഇവൻ ഇതാണ് ഞാൻ മോഡറേറ്റേഴ്സിനോടാണ് ഇങ്ങനത്തെ വേസ്റ്റ് ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യുക. വേസ്റ്റ് മൈര പിടിച്ച ക്ലിപ്സ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ മൈരാന്ന് ഇവിടെ കൊണ്ടത് ബാക്കി വെക്കുന്നു ഇവര്. ആകെ ഞാൻ സത്യം പറഞ്ഞ ഈ മോഡറേറ്റേഴ്സിനെ ഫിൽട്ടർ ചെയ്യാൻ ഏൽപ്പിച്ച ഒരേ ഒരു കാര്യമാണ്. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന ടൈം ഇവര് ന്യൂഡിറ്റീസ് മൊലയും കുണ്ടിയെല്ലാം കാണിക്കുന്നത് സീനോ. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് മോഡറേറ്റേഴ്സിനോട് ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞത്. ഇതിപ്പം വന്ന് ഇവർക്ക് ഇഷ്ടമുള്ളത് ഡിലീറ്റ് ചെയ്യല്, ഇവർക്ക് ഇഷ്ടമുള്ളത് ബാക്കി വെക്കല്, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഈ പാട്ടും കൂട്ടും കുഴൽ വിളിയും ഈ തെരുവിൽ തുടരണൊരുത്സവവും ഇത് മറ്റേ ഇവൻ വില്ലൻ, ആവേശത്തിലെ വില്ലൻ, കുട്ടി അടി ഇതാ. എടാ ഇവൻ வாழ சொல்லி இந்த மண்ணை கொடுத்தானே பூர்வ குடி கம்மங்கர காணி. காதல் என்பது ஆந்தையை போலே நைட்டு முழுவதும் முழிக்கும் கம்பன் வீட்டு நாயை போலே கவிதையா அது. നീയെല്ലാം എന്തോ തൊട്ടാ കൊന്ന
കൊന്നുകളയുന്ന ഒന്ന് വെട്ടിക്കളയുന്നാലും പറഞ്ഞു ഇവനല്ലേ அழகுடா பிம்பிள் அழகுடா சோம்பல் அழகுடா வசந்த முல்லை നീ ഇല്ലാതെ ജന്മം പൂക്കുമോ നിന്നോടാണ് പറഞ്ഞ വില്ലനെ കണ്ട് ഇങ്ങനെ ആവാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ Sana SK donated 40 രൂപ through Google Pay. കുട്ടേട്ടനാണ് മൈരോ റിസ്പെക്ട്. ഇവനേതാ ഇത് സംഭവം എന്ത് ഓ അടി കൊണ്ടത് ഇവനാ ഇത് കൊണ്ടവനാ ഇത് ഇവനാണോ ഈ ഇരിക്കുന്നത് ഇവനാണോ തൊപ്പി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആൾക്കാരെ ഇറങ്ങിയിറങ്ങുന്ന പ്രാങ്ക് ഇതൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടെന്ന്. തൊപ്പിയോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ തൊപ്പി പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ മൈര് ഞാൻ റോട്ടുമ്മലോട്ട് നടക്കുന്ന ആളെ കുണ്ടിക്ക് പോയി തോണ്ടലില്ല. ഇവരെന്താ പറയുന്നത്? ഇവരെന്തിനാ അടികൊണ്ടേ? ആ ക്ലിപ്പ് കണ്ടേ? ഇവരെന്തിനാ അടികൊണ്ടതാ? ഇവ ആ ചങ്ങായിന്റെ മുഖത്ത് പിടിച്ചിട്ട് എന്തോ ഇതാക്കിനെ താടി പിടിച്ച് വലിച്ച് എന്ത് നിന്റെ ഉപ്പാപ്പാന്റെ കൊട്ട പിടിച്ചിട്ട് അമർത്തുന്ന പോലെ ബാക്കിയുള്ള നാട്ടുകാരെ താടി പിടിച്ചിട്ട് വലിച്ച് അടികൊള്ളാണ്ട് രക്ഷപ്പെടുന്നു വിചാരിച്ച മൈര. നമ്മൊന്നും ആൾക്കാരെ പോയിട്ട് തൊടുന്നില്ല, മനസ്സിലായി? നമ്മ ഇവിടെ ഇരുന്ന് വീഡിയോ ഇതാക്കുന്നേ ഉള്ളൂ. ആൾക്കാർ റോട്ടുമേലോട്ട് പോകുന്ന ആൾക്കാരെ കുണ്ട പിടിച്ച് വലിക്കുന്നില്ല. ഇവരെന്താ പറയുന്നത്? തൊപ്പി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആൾക്കാരെ ഇറങ്ങിയിറങ്ങുന്ന പ്രാങ്ക് ഇതൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടെന്ന്. എന്താണ് ഇവന്റെ പേര്? എന്താണ് ഇവന്റെ പേര്? ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ തൊപ്പി പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ അല്ലേ? കാര്യം ഞാൻ എന്റെ ഫാം ശരിയാന്ന് പറയാമല്ലോ. ഓക്കെ, തൊപ്പി ഇത് പറഞ്ഞോണ്ട് മാത്രം പറയാം. എന്റെ ഫാമാ ഇവരെന്താ എന്ത് സംഭവം? ഇവൻ ഫാം നടത്തുന്നുണ്ടോ? പശു ഫാം നടത്തുന്നുണ്ട് ഇവൻ. ക്ലീൻ ആണല്ലോ അല്ലേ? കാര്യം ഞാൻ എന്റെ ഫാം ശരിയാന്ന് പറയാമല്ലോ. ഓക്കെ, തൊപ്പി ഇത് പറഞ്ഞോണ്ട് മാത്രം പറയാണ്. കാര്യം തൊപ്പിയുടെ വീഡിയോസ് അറിയായിരിക്കുമല്ലോ. മാഗി എടുത്ത് അവിടെ ഇടുന്നു, ജോളച്ചപ്പെടുത്തി ഇവിടെ ഇടുന്നു. ഇതൊന്നും ആരെയും പോയി തോണ്ടുന്നില്ല, അത് മനസ്സിലാക്കും മോനെ നീ. സ്വന്തമായിട്ട് എന്തൊക്കെ കാണിച്ചു വിട്ടുന്നു. എന്റെ പൊന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പുള്ളി കുറെ എന്തൊക്കെ കാണിച്ചു വിട്ടുന്നു. പുള്ളി ഭയങ്കര സെറ്റപ്പ് വന്നിട്ട് അതാ ഇതാന്നൊക്കെ. ഓക്കെ, ഭയങ്കര ഇത്. ഓക്കെ, അതാണ് തൊപ്പി. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ ഓക്കെ ഞാൻ ചെയ്തൊരു പ്രാങ്കാണ്. അപ്പം ഞാൻ ചെയ്ത പ്രാങ്ക് ഒരിക്കലും അടി കിട്ടാൻ വേണ്ടി ഒരിക്കലും ചെയ്തതല്ല. ഓക്കെ, അടി മൈൻഡിലേ ഇല്ല. പക്ഷെ അറ്റ് എ ടൈമിൽ അതായിരുന്നു പുള്ളിയുടെ റിയാക്ഷൻ. കാര്യം ഞാൻ പുള്ളി അങ്ങനെ പ്രകോപിപ്പിച്ചു, പുള്ളി എനിക്കെതിരെ റിയാക്ട് ചെയ്തു. ഓക്കെ, അതിന് ഞാൻ ഓക്കെ സോറി കൊണ്ട് ഇൻസ്റ്റാ സ്റ്റോറി ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത്. ഇൻസ്റ്റാ സ്റ്റോറി എന്താടാ? ഇൻസ്റ്റാ സ്റ്റോറി ഇതിനെന്തോ പ്രശ്നം മനസ്സിലായില്ല. ഇൻസ്റ്റാ സ്റ്റോറി എന്താടാ? ഞാൻ കിക്കിൽ ലൈവാന്നുള്ളതല്ലോ ഇട്ടെ, നമുക്ക് മനസ്സിലായില്ല. പറയുന്നു. കാര്യം ഞാൻ അർഹിക്കുന്നു. കാര്യം അതായിരുന്നു അന്നത്തെ ആ ഡേ എന്ന് പറഞ്ഞ അടി കിട്ടേണ്ട ദിവസം. ഓക്കെ, ചോദിച്ചു മേടിച്ച് സമ്മതിച്ചു. അപ്പൊ തൊപ്പി ഇതി പറയുന്നുള്ളൂ എന്താണ് ഇതുപോലുള്ള കുറെ അമ്മമാര് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. തൊപ്പി ഒന്ന് ആലോചിച്ച് വേണം. തൊപ്പി സമൂഹത്തിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ആൾക്കാർക്ക് എത്ര ഇമ്പോർട്ടൻ്റാ. എന്ത് തേങ്ങ ചെയ്തിട്ടാ എന്നിട്ട് ആൾക്കാരെ ഇടങ്ങേറാക്കുന്നത്. എൻ്റെ പൊന്നിളിയ നീ ചെയ്യുന്ന വീഡിയോസ് ഒന്ന് ആലോചിച്ചോളൂ. എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ പറയാം. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് പറയാനൊരു ഇത് വേണം. ഓക്കെ, റിയാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം പറയുമ്പോൾ ഒരു മര്യാദയ്ക്ക് പറയണം. ഓക്കെ, അടി കിട്ടിയതിൽ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, ഇനി കിട്ടേണ്ടതിനാണ്. പിന്നെ അളിയൻ പിന്നെ ഭയങ്കര സംഭവമുണ്ട്. പിന്നെ അളിയൻ ഭയങ്കര തേങ്ങയാണല്ലോ. അളിയന് കിട്ടാതെ കുറെ പോയിട്ടുള്ളതല്ലേ കൊല്ലത്തുനിന്ന്. പിന്നെ ബാക്കി ഉണ്ട് സമ്മതിക്കുന്നു, ഇനി കിട്ടേണ്ടതിനാണ്. പിന്നെ അളിയൻ പിന്നെ ഭയങ്കര സംഭവമുണ്ട്. പിന്നെ അളിയൻ ഭയങ്കര തേങ്ങയാണല്ലോ. അളിയന് കിട്ടാതെ കുറെ പോയിട്ടുള്ളതല്ലേ കൊല്ലത്ത്. കിട്ടാള് കിട്ടിയിട്ടുണ്ടല്ല, കിട്ടാള് പോയിട്ടുണ്ട്. ഇവൻ എന്താ ഉദ്ദേശിച്ച? കൊല്ലത്തുനിന്ന് ആർക്ക് കിട്ടിയത്? കൊല്ലത്തുനിന്ന് ആർക്ക് കിട്ടിയതാ പറയുന്നത്? കൊല്ലത്ത് ഇവനാടുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ മൂക്കടിച്ച് പൊട്ടിട്ടുണ്ടാവും. കൊല്ലത്ത് നിനക്ക് എന്ത് കിട്ടിയത് പറയുന്നത്? ഇവ എന്തല്ലോ ഇങ്ങനെ ഹാലുസിനേഷനിൽ ജീവിക്കുന്നത് അല്ല, എന്തോ ഫാന്റസി വേൾഡിൽ ജീവിക്കുന്നത് തോന്നുന്നു. എനക്ക് വന്ന് ഇവൻ ഞാനാ റിയാക്ട് ചെയ്തതിന് ശേഷം, ഈ സാധനം റിയാക്ട് ചെയ്തതിന് ശേഷം ഇവൻ ഇമാജിൻ ചെയ്തു. ഓക്കെ, കൊല്ലത്തിൽ തൊപ്പിക്ക് അടി കിട്ടി. ഓക്കെ, കൊല്ലത്തിൽ തൊപ്പിക്ക് അടി കിട്ടി. ഇവൻ സ്വയം മൈൻഡിൽ ഇമാജിൻ ചെയ്ത് ആ സുഖത്തിൽ ഇവൻ ജീവിക്കുന്നത് എന്തോ.
അല്ലോ അളിയന് കിട്ടാതെ കുറെ പോയിട്ടുള്ളതല്ലേ കൊല്ലത്തുനിന്ന്. പിന്നെ ബാക്കി ഇങ്ങനെ വെയിറ്റ്. കൊല്ലത്ത് കടി കിട്ടിയിട്ടില്ല, അങ്ങോട്ടാന്ന് അടിച്ച്. മോനെ ഹലോ തല ഇതെന്താ നിന്റെ മൂടെന്തിങ്ങനെ ഇവ ഈടിയാ ഇവ ഇങ്ങനെയുള്ളത് തൊപ്പിയെന്നെ കളിയാക്കി അത് കടിയുണ്ട് അനക്ക് വലിയ കഴിവൊന്നുമില്ല. എന്നാ പിന്നെ ബാക്കിയുള്ള ആളെ കുണ്ട പിടിച്ച് വിരിക്കാം. പ്രാങ്ക് എന്ന് പറഞ്ഞിറങ്ങാം, അപ്പൊ കുറച്ച് വീഴ്ച കിട്ടും. പ്രാങ്ക് ചേട്ടാ തൊപ്പി എന്നെ കളിയാക്കി. ഇവന്റെ മൂട് നോക്കടാ, ഇവന്റെ മോൻ നോക്കടാ. ഇവൻ അയ്യടിയല്ലടാ, ഇവ അയ്യട. അവിടെ ഇവ പൊട്ടനാടാ. അവിടെ നോക്കണ ഇവന്റെ മൂട്. കാര്യം പറയല ആകെ പ്രാങ്ക് ചെയ്തിട്ട് ഹാർമലെസ് ആയിട്ട് ആൾക്കാർക്ക് ഇടങ്ങാനാവുന്ന രീതിയിൽ പ്രാങ്ക് ചെയ്യുക. വെറുതെ വെക്കിട്ട് കയറാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ണൂരാമറ്റാണെങ്കിൽ ഇവന്റെ മൂക്ക് ഒത്തി പൊളിച്ചിട്ടുണ്ടോ. ചേട്ടൻ എവിടെയുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും ചേട്ടനോട് സോറി പറയാൻ നോക്കിയ കാര്യം ആ സമയത്ത് പുള്ളി റിയാക്ഷൻ ആയിരിക്കും. പിന്നെ തൊപ്പി പറഞ്ഞല്ലോ അടിയുമാക്കിട്ട് വന്നിന് മൈര. നമ്മക്കൊരു അന്തസ്സുണ്ട്. നമ്മളെ പോലീസുകാരെ ഇന്ന് അടി വാങ്ങി തിരിച്ചടിക്കാൻ പറ്റൂലെന്ന് പറയാം. ഇത് കണ്ട നാട്ടാറെ തല്ലും വാങ്ങിയിട്ട് വന്നിരിക്കുന്നടാ മൈരൻ. അയ്യേ കണ്ണൂരെന്നൊക്കെ. അപ്പം ഞാനൊരു കൊല്ലംകാരനാണ്. ഓക്കെ, ഞാൻ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിട്ടു. തൊപ്പി കൊല്ലത്ത് വന്നിട്ട് തൊപ്പി വണ്ടിന്ന് ഓടുന്നേയും ഭയങ്കര ബഹളം വെച്ചൊക്കെ പോകുന്ന ഒരു വീഡിയോ കണ്ടു. സംഭവം എന്ന തരത്തില നാട്ടുകാരെ അടിക്കുക ഓടിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അറിയത്തില്ല. ചേട്ടാ നാട്ടുകാരെ തല്ലുകൊണ്ട് ആരാന്ന് കുറച്ച് നേരത്തെ കണ്ട്. നമ്മളിതുവരെ നാട്ടുകാരല്ലില്ല, ബാക്കിയല്ലോ ഒക്കെ നാട്ടുകാർ ഇതുവരെ തല്ലില്ല കേട്ടില്ല. നിന്നെ പോലെ നാട്ടുകാർക്ക് പോയിട്ട് കുഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ അനക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലാം ഓക്കെ. എന്തുവന്നേലും നല്ലതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അളിയനൊന്ന് സൂക്ഷിക്കുക, നോക്കിയിട്ടൊക്കെ ചെയ്യട്ടോ. എടാ പോടാ കൊണ്ട് കൊല്ലത്ത് ഇവ എന്തേ കൊല്ലം എന്നാക്കുന്നടാ. ഇവരാ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോ ആ വീഡിയോ ഒന്നും കണ്ടു. കൊല്ലത്ത് ആരാരെ അടിച്ച എന്താ സംഭവിച്ച കൊല്ലത്ത്? ഇവെന്താ പറയുന്നത്? കൊല്ലത്ത് എനിക്ക് തല്ലുകൊണ്ടുതാ. ഇവൻ ഈ ഫാന്റസി വേൾഡ് എനക്കൊന്നും ഇവനെ അടി കൊണ്ടിട്ടില്ലേ. ഇവന് കിളി പോയി സംഭവം. കാരണം ഈടാ കൊണ്ട നല്ല പറഞ്ഞിട്ട് ഒരെണ്ണം ഈടാ, പിന്നെ ഒരെണ്ണം ഈടാ, 2-3 അടി കൊണ്ടില്ല. ആ 3 അടിയിൽ തന്നെ ഇവ പോയി. 3 അടിയെ കൊണ്ടിട്ടില്ലെങ്കിൽ ആള് പോയില്ല. 3 അടിയിൽ തന്നെ ആള് പോയി. കാര്യം പറയാലോ, ഔട്ടായതാണ്.